ഹായ് ഡിയർ ഓൾ. ഇപ്പോൾ വലിയ നോമ്പല്ലേ, 50 നോമ്പ്. അപ്പോൾ വെജ് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളല്ലോ. രാവിലത്തെ ജോലിഭാരം ലഘൂകരിക്കാൻ വൈകുന്നേരമോ അല്ലെ സമയം കിട്ടുമ്പോഴോ കുറച്ച് മീൽ പ്രിപ്പറേഷൻസ് ചെയ്തു വെക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു പണിയിലാണ് ഞാനിപ്പോൾ. അങ്ങനെ ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇന്ന് പയർ ഒഴുങ്ങിയത് നാളത്തെ കൂടി എടുത്തു വെക്കുന്നുണ്ട്. ബീട്രൂട്ട് തോരൻ വെക്കുമ്പോൾ കുറച്ച് ചേർക്കാമല്ലോ. പിന്നെ കോവയ്ക്ക എടുത്ത് ഉപ്പിൽ പറ്റിച്ചു വെച്ചു. അത് ഇരിക്കും തോറും പഴുത്തു പോകുന്നു. നാളെ എളുപ്പമെന്നെടുത്ത് ഫ്രൈ ആക്കാമല്ലോ. പിന്നെ പച്ചമാങ്ങ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അത് കുറച്ചെടുത്ത് അച്ചാറിട്ട് വെച്ചു. ഈ നോമ്പുകാലത്ത് ഇത് അത്യാവശ്യമാണല്ലോ. പിന്നെ അതിൽ നിന്നും കുറച്ച് പീസസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. നാളെ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുണ്ടെങ്കിൽ പിന്നെ നോൺ വെജിൻ്റെ കാര്യമേ മറന്നുപോകും. പിന്നെ ഓയിൽ ബോട്ടിൽസ് കാലിയായിരുന്നു. പിന്നെ അത് നിറച്ചു വെച്ചു. ഈ ഒരു പാക്കറ്റ് ഓയിൽ ഇതിൽ രണ്ടിലുമായി കൊള്ളാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും നല്ല ബോട്ടിൽസാണ്. ഈ ബ്രഷ് ചെയ്യുന്ന ഓയിൽ ബോട്ടിലും കൂടിയുണ്ട് എനിക്ക്. ഇത് മൂന്നുമാണ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാണ് ഈ തേങ്ങാ തിരുമ്മൽ. അതുകൊണ്ട് മിക്കവാറും 2-3 തേങ്ങ എടുത്ത് ഇങ്ങനെ പൂളി ക്രഷ് ചെയ്ത് വെക്കും. അതിങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കി ഫ്രീസറിൽ വെക്കും. ഇടിച്ചു കൊള്ളിച്ച് വെക്കരുതെന്ന് മാത്രം. പിന്നെ സിപ്ലോ കവറിൽ ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം നിറച്ച് ഫ്രീസറിൽ വെച്ചു. ഇനി ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. തേങ്ങ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പകുതി സമാധാനമാവും. ഞാൻ ഉപയോഗിക്കുന്ന മിക്സി പ്രീതി സോഡിയാക്കാണ്. അതിൻ്റെ കൂടെയുള്ള വെജിറ്റബിൾ ചോപ്പറും ജ്യൂസറും ഒക്കെ വളരെ യൂസ്ഫുള്ളാണ്. തേങ്ങാപ്പാൽ എടുക്കാനും മറ്റും വളരെ നല്ലതാണ്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രം. പിന്നെ അരിക്കേണ്ട ആവശ്യവുമില്ല. കണ്ടെയ്നേഴ്സിൽ ആക്കി വെച്ചിരിക്കുന്നതാണെങ്കിൽ സൈഡിൽ കൂടി സ്പൂൺ വെച്ച് ഇങ്ങനെ ഉരച്ചുരച്ചെടുത്താൽ മതിയാവും. ഞാൻ 2 ദിവസങ്ങൾക്ക് ശേഷം ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കുന്നതാണിത്. അങ്ങനെ ആ ദിവസത്തെ പണിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ലഞ്ച് ടൈമായി. ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. ഇത് ബീട്രൂട്ടും ചെറുപയറും കൂടി ഇട്ട തോരൻ. ഇത് കോവയ്ക്ക മെഴുക്കുപുരട്ടി. ഇത് നമ്മുടെ അടിപൊളി മാങ്ങാ ചമ്മന്തി. പിന്നെ മാങ്ങ അച്ചാർ. മാങ്ങാ ചമ്മന്തി ഉള്ളപ്പോൾ മാങ്ങാ അച്ചാറിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു കളറിന് വേണ്ടി വെച്ചതാണ്. പിന്നെ വേണമെങ്കിൽ ഒരു പപ്പടവുമാകാം. അപ്പോൾ ഇത് നമ്മുടെ വലിയ നോമ്പിലെ ഒരു അടിപൊളി ഉച്ചയൂണ്. I expect your support and thanks for watching.